ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നുള്ളത് കോവൻട്രി ട്രാൻസ്പോർട്ട് മ്യൂസിയത്തിലാണ്. ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാഴ്ചകളുണ്ട്. പക്ഷേ ഈ ഒരു ഐറ്റം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് വന്നത്. ഇത് ക്യൂൻ മേരിയും കിങ് ജോർജും 1935 യൂസ് ചെയ്ത ഒരു വെഹിക്കിളാണ്. കാണുമ്പോഴേ അറിയാം ആ റോയൽറ്റി ഫീലും കാര്യങ്ങളൊക്കെ എക്സാക്റ്റ് ആയിട്ട് അവിടെ കാണാം. അതിവിടെ എക്സിബിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു സമയത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഏറെക്കുറെ ഇത്രയും വെഹിക്കിൾസ് കാര്യങ്ങളൊന്നും ഉണ്ടായേക്കാതിരുന്ന ആ സമയത്ത് ഇത്രയും വലിയൊരു വെഹിക്കിൾ അവരുടെ ആ റോയൽറ്റിയുടെ ഒരു സിമ്പിൾ തന്നെയാണിത്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഈ രണ്ട് കാറുകളാണ് ഞാൻ കൂടുതൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി തോന്നിയത്. ഇത് 1937 ക്യൂൻ എലിസബത്ത് യൂസ് ചെയ്തതാണ്. ക്യൂൻ എലിസബത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന, ക്യൂൻ എലിസബത്ത് സെക്കൻഡ് അല്ല, ദ ഫസ്റ്റ് വൺ, ക്യൂൻ എലിസബത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വണ്ടിയാണിത്, ഒരു കാറാണിത്. കോവൻട്രി ഒരു സമയത്ത് ബ്രിട്ടീഷ് ട്രാൻസ്പോർട്ട് ഇൻഡസ്ട്രിയുടെ സെൻ്ററായിരുന്നു. 240-ലേറെ കാറുകളും മോട്ടോർ ബൈക്കുകളും ബൈസിക്കിളുകളും ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു മ്യൂസിയത്തിൽ. 1980 സ്ഥാപിച്ചിട്ടുള്ള ഈ മ്യൂസിയത്തിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളതും വിൻറ്റേജ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ F1 പോലുള്ള കാറുകളും നമുക്ക് കാണാൻ സാധിക്കും. മോട്ടോർ എന്തൂസിയാസ്റ്റിക്കുകൾക്കൊക്കെ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു ലൊക്കേഷനാണിത്. അതുമാത്രമല്ല, ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് റെക്കോർഡ് ബ്രേക്കേഴ്സ് ആയിട്ടുള്ള 2 കാറുകൾ ഈ ഒരു മ്യൂസിയത്തിൻ്റെ ഭാഗമാണ്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പിന്നീടൊരു വീഡിയോയിൽ ആഡ് ചെയ്യുന്നതാണ്. 15 പൗണ്ടാണ് ഈ ഒരു മ്യൂസിയത്തിൻ്റെ എൻട്രി ടിക്കറ്റ് ആയിട്ട് വരുന്നത്.